ബസ് റോഡ് തീർന്നിരിക്കുന്ന നല്ല മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ബസ് റോഡിൽ നിന്ന് നേരെ നമ്മുടെ സ്ഥലത്തേക്കാണ് ഇറങ്ങുന്നത്. നമസ്കാരം, മുൽത്തോട് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന വീടും സ്ഥലവും ഏകദേശം 6 ഏക്കറോളം വരുന്ന സ്ഥലവും നല്ല പഴക്കം എന്ന് വെച്ചാൽ പഴയ അറയും പെരയോ ഉള്ള മനോഹര വീടുമാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ലൊക്കേഷൻ വരുന്നത് കോട്ടയം പാതുവ വഴി പാലായിക്ക് പോകുന്ന റൂട്ടിലാണ് ഈ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ കിടങ്ങൂർ അയർക്കുന്നുമായിട്ട് ഏകദേശം ഒരു 5 കിലോമീറ്ററും പള്ളിക്കത്തോ ടൗണുമായിട്ട് 7 കിലോമീറ്ററും അങ്ങനെ എല്ലാത്തതും മധ്യത്തിലാണ് വരുന്നത്. ഈ പ്രോപ്പർട്ടിയോട് ചേർന്ന് പോകുന്ന റോഡെന്ന് പറഞ്ഞത് ബസ് റൂട്ടാണ്. ഈ റൂട്ടിൽ 1-2 ബസ്സുകളേ ഉള്ളൂ. പക്ഷേ മെയിൻ ബസ് റൂട്ടിലോട്ട് പോകാനായിട്ട് ഏകദേശം 1.5 കിലോമീറ്റർ ഉള്ളൂ. മണൽ എന്ന് പറയാം, കിടങ്ങൂരിൽ നിന്ന് മണൽ എന്നൊരു ജംഗ്ഷനാണിത്. അപ്പോൾ ഈ പ്രോപ്പർട്ടി വന്നിരിക്കുന്ന 6 ഏക്കർ സ്ഥലമാണ്. ഈ പ്രോപ്പർട്ടിയുടെ മുൻവശം ഏകദേശം ഒരു സൈഡ് വരുന്നത് നല്ല മനോഹരമായ പാടമാണ്. ഈ പാടത്തിൻ്റെ ഒരു അതിര് തീർന്നാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീട് ഇതിലുള്ള വീട് ഇത്തിരി പഴക്കമുള്ളവയാണ്. അത് വേണത് പൊളിച്ച് കളഞ്ഞ് പുതിയ വീട് പണിയണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ലൊക്കേഷനാണ്. കാരണം വീടിൻ്റെ ഫ്രണ്ട് ഭാഗം മുഴുവനായിട്ടും നല്ലൊരു പാടത്തും തീർന്നാണ് ഇരിക്കുന്നത്. ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റും റോഡുണ്ട്. അപ്പോൾ 2 റോഡിൻ്റെ സൗകര്യം ഈ പ്രോപ്പർട്ടിക്കുണ്ട്. ഈ പ്രോപ്പർട്ടി ഉള്ളത് തെങ്ങ് ഏകദേശം ഒരു 200ഓളം തെങ്ങുണ്ട്, ജാതി ഉണ്ട്, കമുക്, റബ്ബർ 350 റബ്ബർ ഇപ്പോൾ വെട്ടാനായിട്ട് 350 റബ്ബറുണ്ട്. അതുകൂടാതെ ആഞ്ഞിലി, പ്ലാവ്, തേക്ക്, മഹാഗണി അങ്ങനെ എല്ലാ തടികളും ഇതിനകത്തുണ്ട്. ഇഷ്ടംപോലെ വെള്ളമുള്ളൊരു ഏരിയയാണ്. ഒരു പാടമായതുകൊണ്ട് ഇഷ്ടംപോലെ വെള്ളം ലഭിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ടും ചെയ്യാമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. 6 ഏക്കർ സ്ഥലം ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ഫാം ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉള്ളവർക്കൊക്കെ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. തെങ്ങ് കൂടാതെ റബ്ബർ ഇപ്പോൾ വെട്ടിക്കൊണ്ട് റബ്ബറുണ്ട്. അതൊരു റോഡിൻ്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് നേരെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരികയാണ്. അതുകൊണ്ട് നല്ല റോഡ് സൗകര്യമുണ്ട്. ഈ സ്ഥലത്ത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇവരൊരു ചെറിയ കേറ്ററിംഗ് സർവീസൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഷെഡ് നമുക്ക് വീഡിയോ കാണാൻ സാധിക്കും, വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് അതിന് സംബന്ധമായ കാര്യങ്ങൾക്കുള്ളവർക്കൊക്കെ ആണെങ്കിലും നല്ലൊരു പ്രോപ്പർട്ടിയാണിത്. പിന്നെ ഇത്രയും സ്ഥലം ഉള്ളതുകൊണ്ട് എന്തിനും അനുയോജ്യ ഒരു മണ്ണാണ്. വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്ന് വെച്ചാൽ മഴക്കാലത്ത് വെള്ളം കയറുകയില്ല. നെല്ല് കൃഷി ചെയ്യാനുള്ളൊരു പാടം ഇതിനോട് ചേർന്ന് നമുക്കുണ്ട്. ഇത് കരയായിട്ടാണ് വരുന്നത്. ഇത് തെങ്ങും ജാതിയും അതുപോലെ കൊക്കോ അങ്ങനെ മറ്റ് സാധനമാണ് കൃഷി ചെയ്തിരിക്കുന്നത്. എന്തിനും ഈ ഭാഗമാണ് പാടമായിട്ട് കിടക്കുന്നത്. ഇപ്പോൾ നമുക്ക് നെൽകൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ 2 വർഷമായിട്ട് ചെയ്യുന്നില്ല. അതിന് അനുയോജ്യമായൊരു പ്രോപ്പർട്ടിയാണ്. ഏകദേശം എല്ലാ കാര്യങ്ങൾക്കും നല്ല മനോഹരമായ സ്ഥലമാണ്. കാരണം വെള്ളം ഇപ്പം ഉള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമുകൾ ചെയ്യാനൊക്കെ അനുയോജ്യമായൊരു സ്ഥലമാണിത്. ഇതാ ഞാൻ പറഞ്ഞ കേറ്ററിംഗ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേറ്ററിങ്ങിൻ്റെ ഷെഡാണ് ഈ കാണുന്നത്. ഇപ്പം നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വീടിന് ഏകദേശം നല്ല പഴക്കമുണ്ട്. വീട് ഏകദേശം ഒരു 100 വർഷത്തോളം പഴക്കമുള്ള വീടാണ്. അറയും നിരയുമാണ്. അതോട് ചേർന്നൊരു ചാവടിയുണ്ട്. അപ്പോൾ വീട് 4 ബെഡ്റൂമിൻ്റെയാണ്. 2000 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട്. കുറച്ച് ഭാഗങ്ങളൊക്കെ ഒരു മുറികളൊക്കെ കൂട്ടി പിടിപ്പിച്ചതാണ്. ഓടും ഷീറ്റുമായിട്ടാണ് ഇതിൻ്റെ വീട് വന്നിരിക്കുന്നത്. അപ്പം ഈ വീട് വേണമെന്നില്ലെങ്കിൽ നമുക്ക് പൊളിച്ച് പുതിയ വീട് വയ്ക്കുമോ, അതൊക്കെ നമ്മുടെ ഐഡിയ ആണ്. പഴയ വീടായതുകൊണ്ട് ചെറിയ ആൾക്കാർ അത് നിലനിർത്തി തന്നെ അതിനുള്ള റൂമുകൾ പിടിച്ച് ഭംഗിയാക്കാറുണ്ട്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ റബ്ബർ തോട്ടം ഇതാണ്. ഏകദേശം 350 മരം നിലവിൽ നമുക്ക് തെളിച്ച് വെട്ടുന്നവയാണ്. നല്ല നിരന്നൊരു പ്രദേശമാണ്. ഒരുപാട് ചെരുവോ മലകളോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ചെറിയൊരു ചായ്വ് മാത്രമുള്ള നല്ല മനോഹരമായൊരു സ്ഥലമാണിത്. അതിനകത്ത് മിഷൻപുര കാണാം, ഒരു തൊഴുത്തുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യമുള്ളൊരു സ്ഥലം തന്നെയാണ്. ഇതാണ് വീടിൻ്റെ മുറ്റവും വീടിൻ്റെ ഒരു പരിസര ഭാഗങ്ങളും. മുറികളെല്ലാം തന്നെ മുന്നോട്ട് കൂട്ടിപ്പിടിപ്പിച്ചിട്ടുള്ളതുണ്ട്. ഷീറ്റും ഓടുമാണ് വീട് ചെയ്തിരിക്കുന്നത്. നല്ല വലിപ്പത്തിലുള്ളൊരു മുറ്റമാണ്. അതോട് ചേർന്ന് ചാവടി നമുക്ക് കാണാം. ഒരു 2-3 മുറിയുള്ളൊരു ചാവടി കാണാൻ പറ്റും. ഇതാണ് ചാവടിയുടെ ഫ്രണ്ട് ഭാഗം. 100 വർഷം പഴക്കമുള്ളപ്പോൾ അന്നത്തെ കാലത്തുള്ള ആഢ്യത്യമായിട്ടുള്ള പണികളാണ് ചെയ്തിരിക്കുന്നത്. ഇത് 1 ഏക്കറിന് ചോദിക്കുന്നത് 70 ലക്ഷം രൂപയാണ്. വിലയിൽ മാറ്റം വരുന്നതാണ്. അപ്പം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന ഫോൺ നമ്പർ വിളിക്കുക. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ ഫോൺ നമ്പർ വിളിക്കാവുന്നതാണ്. അപ്പം മറന്നു പോകാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. നിരവധിയായ വീടിൻ്റെ വീഡിയോസും നമ്മൾ ഇതിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു പ്രോപ്പർട്ടിയിലൂടെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.